കാമ്പോജി രാഗത്തിലുള്ള ഗീതമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം 2 താളവട്ടം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ബാക്കി ഇപ്പോൾ പഠിക്കാം. മന്ധരധരരെ മോക്ഷമുരാരെ ദൈത്യകുലാന്തക പാവനമൂർത്തെ വരെയാണ് നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ളത് പദശുഭ രേ രേ മകുട മുരാരേ എന്നുള്ള താളവട്ടമാണ്. പദശുഭ എന്നുള്ളതിനെ മപദസ എന്നാണ്. മപദസ നിനിദപ പദശുഭ രേ രേ മകുട മുരാരേ. മപദസ നീനിദപ കഴിഞ്ഞിട്ട് ദാദാപാമ ഗരിസ എന്നാണ് സ്വരം. മകുട മുരാരേ എന്നാണ് സാഹിത്യം. ഇത് കഴിഞ്ഞിട്ട് ദാദാപാമ ഗരിസ. ദാദാപാമ ദാദ വായിക്കുമ്പോൾ അവരോഹണം ജണ്ടവർഷ വായിക്കുന്ന പോലെ വായിക്കുക എന്നാണ് വായിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ഒരു താളവട്ടം അകാരം മാത്രമാണ് ഉള്ളത്. അതായത് 8ഉം 4ഉം 4ഉം ഈ 16 അക്ഷരം അകാരം മാത്രമാണ്. അതിൽ സാഹിത്യമില്ല. അതുകൊണ്ട് ഈ 2 സ്വരത്തിന് ഓരോ മീറ്റ് കൊടുത്ത് വായിക്കുക. മാപ്പ പദ ദാസ സരി എന്നുള്ള 8 അക്ഷരവും പിന്നെ താരസ്ഥായിൽ റീപ മഗ റീഗ റീസ എന്നുള്ള 8 അക്ഷരവും. ഇതാണ് അകാരം. ഇത് വായിക്കുമ്പോൾ രാഗഭാവം വരുന്ന പോലെ വായിക്കണം. നമ്മൾ നേരത്തെ ആരോഹണം അവരോഹണം വായിച്ച പോലെ. മാ പ പദ ദസ സരി റീപ മഗരി ഗരീസ. ഇത് വായിക്കുമ്പോൾ റീന്ന് പാവരെ പോവുക. തിരിച്ച് വരുമ്പോൾ പായെന്ന് മാഗ എന്നുള്ള സ്വരങ്ങൾ ഗാന്ധാരത്തിൽ വായിക്കുക. ഇത് റീപ, ഇത് മാഗ, റീഗ റീസ. എന്നാണ് വായിക്കുക. റീപ മഗ ഗായെന്ന് റീയിലേക്ക് വരും. റീ ഗ രീ സ.
ഇതാണ് അകാരം വരുന്ന ഒരു താളവട്ടം. മാ പ പ ദ. ഇത്തരം വായിച്ച് കഴിഞ്ഞിട്ട് ദൈത്യകുലാന്തക മുതൽ ഒന്നുകൂടി പാവനമൂർത്തെ വായിച്ച് പിന്നെ മന്ധരധരരെ പല്ലവി വായിച്ചിട്ട് നിർത്തുക. അങ്ങനെയാണ് ഈ ഗീതം വായിക്കുന്ന രീതി. ഈ അകാരം കഴിഞ്ഞിട്ട്, അതായത് ഈ അകാരത്തിന് മുമ്പ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച പദശുഭരേരെ മകുട മുരാരേ ഒരു താളവട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഈ അകാരം ഒരു താളവട്ടം കഴിഞ്ഞിട്ട് ദൈത്യകുലാന്തക മുതൽ ഒന്നുകൂടി വായിക്കുക. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഇത് കഴിഞ്ഞിട്ട് ദൈത്യകുലാന്തക പാവനമൂർത്തി വായിച്ചതിന് ശേഷം ആദ്യം വായിച്ച മന്ധരധരരെ വായിച്ച് നിർത്തുക. നമുക്ക് ഈ ഭാഗം ഒന്നുകൂടി വായിക്കാം. പദശുഭരേരെ മുതൽ മപദസ മുതൽ. ഇതാണ് കാംബോജ് രാഗത്തിലുള്ള ഗീതം. നമുക്കിത് ആരോഹണം അവരോഹണം വായിച്ചിട്ട് ഗീതം മൊത്തം ഒന്നുകൂടി വായിച്ച് നോക്കാം. ആദ്യ താളത്തിൽ 8-4-4 ആയിട്ട് താളമിടുക. സാഹിത്യത്തിലുള്ള അക്ഷരങ്ങൾ അനുസരിച്ച് മീട്ട് കൊടുക്കുക. രാഗഭാവം വരുന്ന പോലെ സ്വരങ്ങൾ അനുസ്വരമായിട്ടും തള്ളിയിട്ടും വായിക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്തിട്ട് നമുക്ക് ഈ ഗീതം മൊത്തം വായിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.